ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നല്ലൊരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്നാൽ ടേസ്റ്റിൽ ഒട്ടും കുറവില്ലാത്ത ഒരു ഗ്രീൻ പീസ് മസാലക്കറിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് നമുക്ക് 1/2 കപ്പ് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്ന് കുതിർന്ന് വരണമല്ലോ, അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഗ്രീൻ പീസിൻ്റെ കൂടെ ചേർക്കാനുള്ളതാണ് ഒരു സവാള എടുത്തിട്ടുണ്ട്, മീഡിയം സൈസ്, ഒരു ഉരുളൻകിഴങ്ങ്, അതുപോലെ തന്നെ ഒരു ക്യാരറ്റ്, 2 പച്ചമുളകിൻ്റെ എണ്ണ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് കൂട്ടാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ അരക്കണം. അപ്പോൾ തേങ്ങ നമ്മൾ ഇത് മസാല വാറ്റുന്നതിൻ്റെ മുന്നേ തന്നെ അരച്ച് വെക്കണം. 1/2 കപ്പ് തേങ്ങ എടുത്തുകൊണ്ട് ഒരു പച്ചമുളക്, പിന്നെ 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, ഇനി ഒരു 3 വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അരഞ്ഞു വരാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം, ഒരു 1/2 കപ്പ് വെള്ളം, ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അത് അരച്ച് റെഡിയാക്കി വെക്കുക. ഇനി ഇതാ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് വെളിച്ചെണ്ണ തന്നെ എടുത്താൽ മതി, ഒരു നാടൻ വിഭവമാകുമ്പോൾ അതെല്ലാം ആവശ്യം. അപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രീൻ പീസൊക്കെ വേവിക്കുന്നതോട് കൂടിയിട്ട് തന്നെ തേങ്ങ അരച്ചതും കൂടി ചേർത്തിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ അതാണ് ആദ്യം തന്നെ തേങ്ങ അരച്ച് വെച്ചത്. അപ്പോൾ ഇത് ഏകദേശം ഇപ്പോൾ ഇതാ വഴന്ന് വരുന്നുണ്ട്. ഇനി നമുക്കിത് വഴന്ന് വരുന്നതോട് കൂടിയിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അപ്പോൾ വേപ്പില നല്ല ഫ്രഷ് വേപ്പില തന്നെ ചേർത്ത് കൊടുക്കുക. ഈ ഒരു കറി നമുക്ക് വെള്ളപ്പത്തിൻ്റെ കൂടെ, അതേപോലെ തന്നെ പത്തിരി, പൊറോട്ട ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അതുകൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ പച്ചമുളകൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടി കൂടണ്ട, അപ്പോൾ കറിയുടെ കളറ് ചേഞ്ച് ആവും. നമുക്ക് ആ ഒരു ലൈറ്റ് ഗ്രീൻ കളറായിട്ട് തന്നെ കറി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വല്ലാതെ മഞ്ഞൾ ചേർത്ത് വെക്കണ്ട. ഇനി നമുക്ക് നേരത്തെ കുതിർക്കാൻ വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഇത് വെജിറ്റേറിയൻസിന് വേണമെങ്കിൽ ഈ നെയ്ച്ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും കേട്ടോ. കാരണം ഇതിൽ കുരുമുളകൊക്കെ നല്ലോണം ഇടുന്നതുകൊണ്ട് കുറച്ചൊരു എരിവുള്ള കറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെയ്ച്ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും. ഇപ്പോൾ ഗ്രീൻ പീസൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഉരുളൻകിഴങ്ങ്, ഒരു ചെറിയ ഉരുളൻകിഴങ്ങ് എടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഗ്രീൻ പീസിനേക്കാളും കൂടുതൽ ഉരുളൻകിഴങ്ങ് ആയിട്ട് പോകും. അപ്പോൾ ചെറിയൊരു കഷ്ണം എടുത്താൽ മതി കറിക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു ക്യാരറ്റും, ഇതും കൂടെ ഇടുമ്പോൾ മാത്രമാണ് ഈ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് വരിക. പിന്നെ നല്ല ഭംഗിയില്ല. അപ്പോൾ ആ ഗ്രീൻ പീസിൻ്റെ കൂടെ ആ ഉരുളൻകിഴങ്ങും ക്യാരറ്റും കൂടി കിടക്കുമ്പോൾ നല്ല കളർഫുൾ അല്ലേ, നല്ല കാണാനും ഭംഗിയാണ്, കഴിക്കാനും ടേസ്റ്റാണ്. അപ്പോൾ ഇത് കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. പിന്നെ ഈ കറിയിൽ മുളക് പൊടിയോ അങ്ങനെയൊന്നും മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള, നല്ല ഫൈനായിട്ട് അരച്ച് വെച്ചുള്ള തേങ്ങയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ തേങ്ങ അരക്കുന്ന സമയത്ത് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തത്. ഇനി ഇതിലേക്ക് മിക്സിയിലേക്കൊരു 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ടോട്ടലായിട്ട് 2 കപ്പ് വെള്ളമാണ് നമുക്ക് ഈ ഗ്രീൻ പീസ് വേവിക്കാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. തേങ്ങ അരച്ചതടക്കം 2 കപ്പ് വെള്ളമാണ്. അപ്പോൾ ഇത്രയും വെള്ളം ഒഴിച്ചെങ്കിൽ മാത്രം കറക്റ്റായിട്ടുള്ളൊരു അളവാകുള്ളൂ. ഇനി നമുക്കൊന്ന് ഉപ്പുണ്ടാകുന്ന നോക്കാം. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി നമുക്ക് ഗരം മസാല 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കറൊക്കെ അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിൽ, ഹൈ ഫ്ലെയിമിൽ 4 വിസിൽ. ഇത് പെട്ടെന്ന് വേവുന്നുണ്ട് ഗ്രീൻ പീസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 വിസിൽ വിളിച്ചാൽ മതി. അപ്പോൾ ഇതാ വിസിൽ വിളിച്ചതിന് ശേഷം തുറന്ന് നോക്കിയതാണ് കേട്ടോ. ഇതാ കറക്റ്റ് അളവിന് ഇരിക്കുന്നുണ്ട്. കറിയൊക്കെ നല്ല പാകത്തതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റ് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ലാസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ആദ്യം കടുകൊക്കെ പൊട്ടിച്ചതാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ലാസ്റ്റ് ഈ വെളിച്ചെണ്ണ കൂടി ഒഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ തവി വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഗ്രീൻ പീസ് മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനൊന്നും മറക്കേണ്ട. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.